ജീവിതത്തിൽ എപ്പോഴും പല പല സ്വപ്നങ്ങളുള്ളവരാണ് നമ്മൾ. ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പം നല്ല മാർക്ക് വാങ്ങാൻ, ജോബ് നോക്കുമ്പം പെട്ടെന്ന് ജോബ് കിട്ടാൻ, ഒരു ഓൺട്രപ്രണർ ആവുമ്പം ആ ബിസിനസ്സിൽ ഒരുപാട് ഉയർച്ച കിട്ടാൻ, അങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ട് മാത്രം ഒരു കൊട്ടാരം പണിയുന്ന വ്യക്തിയാണ് നമ്മളെല്ലാവരും. പക്ഷെ എവിടെയോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്സ് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ തകർക്കും. ആ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത്ര ദൂരത്തിലേക്ക് അകന്നു പോകും. പിന്നീട് ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സ്വപ്നങ്ങൾ മാറ്റിവെക്കും. പിന്നീട് അത് എന്നേക്കുമായി ഇല്ലാതാകും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ പലരും. ഈ പുതുവത്സരത്തിൽ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് പൊടിതട്ടിയെടുത്ത് നോക്കാം. നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ഘടകമാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം നമ്മൾ ആരും സ്വപ്നത്തിലെത്താൻ പോകുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു ചെറിയ എളുപ്പമാർഗങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നീക്കാൻ ചിലപ്പോൾ ഈ വിഷൻ ബോർഡ് സഹായിച്ചേക്കാം. വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം, അത് എങ്ങനെ സഹായിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്കുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് അതിൻ്റെ ടേം ആയിരിക്കും. ഒരു ലോങ് ടേം ഗോൾ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതുപോലെ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ തന്നെ വന്നേക്കാം. നമ്മളപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ ചെറുതായൊന്ന് മാറ്റി നിർത്തും. കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ പിന്നീട് ഒരു സന്ദർഭത്തിൽ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങ് മാറ്റി നിർത്തും. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ പോവാം. അപ്പോൾ ടീച്ചേഴ്സ് സ്വാഭാവികമായി എന്തു പറയും? എല്ലാ ദിവസവും പഠിക്കണം, എല്ലാ ദിവസവും പഠിച്ചാൽ നമുക്ക് ഇയർ എൻഡ് ആകുമ്പോഴേക്കും നല്ല മാർക്ക് വാങ്ങാം, റാങ്ക് വാങ്ങാം, A+ വാങ്ങാം, ഇതൊക്കെ എളുപ്പമാകും. എല്ലാ ദിവസവും പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് എല്ലാ റിവിഷൻ ടെസ്റ്റും എക്സാംസും ഒക്കെ എഴുതി അതിനൊക്കെ ഫുൾ മാർക്ക് വാങ്ങി പോവുകയാണെങ്കിൽ വർഷാവസാനമാകുമ്പോൾ നമ്മുടെ യാത്ര കുറച്ചുകൂടി എളുപ്പമാകും എന്ന് ടീച്ചേഴ്സ് പറയും. ഈ കുട്ടിയുടെ തന്നെ മനസ്സിലും പലപ്പോഴും അതുണ്ടാവും. കുട്ടി പലപ്പോഴും ഈ വർഷം ഞാൻ നന്നായി പഠിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടിയായിരിക്കും പലപ്പോഴും സ്കൂളിൽ പോവുക. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ട് വന്നു. ചിലപ്പോൾ ഫസ്റ്റ് ഡേ ചെറിയ കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ട് വന്നു. വീട്ടിൽ വരുമ്പോഴേക്കും TV ഉണ്ടാവും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പുതിയ എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ഒരു കോൺവെർസേഷൻ ഇരിക്കും. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കളിക്കാനുണ്ടാവും, കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകും. അപ്പോൾ ആ കുട്ടി വൈകുന്നേരം കളിച്ചൊക്കെ വന്ന് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ കുട്ടി വിചാരിക്കും, ഇനിയിപ്പോൾ ഇത്ര നേരം കളിച്ചു, കുറച്ചു നേരം TV ഒക്കെ കാണാം. അപ്പോൾ ഇന്ന് കുറച്ചല്ലേ പഠിക്കാനുള്ളൂ, നാളെ നന്നായി പഠിക്കാം, നാളെ ഇന്നത്തെയും കൂടി കൂട്ടി പഠിക്കാം, നാളെ തൊട്ട് കറക്റ്റായി പഠിക്കാമെന്ന് വിചാരിക്കും. പിറ്റേ ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. അങ്ങനെ അത് നീക്കി വെച്ച് ക്ലാസ് ടെസ്റ്റിൻ്റെ ദിവസം വരുത്തും. ക്ലാസ് ടെസ്റ്റിൻ്റെ ദിവസം ചിലരൊക്കെ ക്ലാസ് ടെസ്റ്റിൻ്റെ ദിവസങ്ങളിൽ പഠിക്കും. ക്ലാസ് ടെസ്റ്റിന് നന്നായി പെർഫോം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പെർഫോം ചെയ്യണമെന്നുള്ളത് നന്നായിട്ട് പഠിക്കും. പിന്നീടുള്ള എക്സാംസിനും അത് കുറച്ചുകൂടെയൊക്കെ ഉപകാരപ്പെടും. ഈ ക്ലാസ് ടെസ്റ്റിനും പഠിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട്. ക്ലാസ് ടെസ്റ്റ് അല്ലേ, കുറച്ചങ്ങ് മാറ്റി വെക്കാം എന്ന് വിചാരിച്ച് പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അത് അവർക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും ഓടിച്ചിട്ട് പഠിക്കും. ചിലപ്പോൾ A+ കിട്ടും, കിട്ടാതിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടും, കിട്ടാതിരിക്കും. മോസ്റ്റ്ലി എല്ലാ ദിവസവും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടാൻ എളുപ്പം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് വരുമ്പോഴും സംഭവിക്കുന്നത്. സ്വപ്നങ്ങൾ വലുതാവുമ്പോൾ അത് നേടിയെടുക്കാനുള്ള സമയങ്ങളും ഒരുപാടായിരിക്കും. പുതുതായി ഒരു സംരംഭം തുടങ്ങുന്ന ഒരു ഓൺട്രപ്രണർ, അദ്ദേഹത്തിന് ഒരു 2 വർഷത്തിനുള്ളിൽ ഇന്ന ടാർഗറ്റ് കിട്ടണം എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം. അതിനുവേണ്ടി കംപ്ലീറ്റ് സെറ്റ് ഓഫ് കാര്യങ്ങളും ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വയ്ക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് അങ്ങ് നീക്കി വയ്ക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഈ ഡെഡ് ലൈനും അങ്ങ് മാറും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേറെ ചില കാര്യങ്ങളായിരിക്കും, ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. ആ സമയത്ത് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാതെയും ആവാം. നമ്മളത് ചെയ്യും. നമ്മുടെ സ്വപ്നങ്ങളല്ലാത്ത കാര്യങ്ങൾക്ക് ആ സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നീങ്ങി പോകാനുള്ള കാരണം.
ഇനി വിഷൻ ബോർഡിന്റെ ഐഡിയ എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും കാണാൻ പറ്റുന്ന ഒരകലത്തിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്പേസിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് വേണമെങ്കിലും വന്നോട്ടെ, ജീവിതത്തിൽ എന്ത് ഡിസ്ട്രാക്ഷൻസ് വന്നാലും നമ്മൾ ആ എഴുതി വെച്ചതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇതെൻ്റെ സ്വപ്നമാണ് എന്ന് നമ്മൾ ആ നിമിഷം മറക്കാതിരിക്കും. നമ്മൾ ആ നിമിഷം അതും ചിലപ്പോൾ മാറ്റി വെക്കാതെയും ഇരിക്കും. ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ വിഷൻ ബോർഡിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇതാണ് വിഷൻ ബോർഡിന്റെ ഒരു ഐഡിയ. എല്ലാ ദിവസവും എപ്പോഴും കാണുക നമ്മുടെ സ്വപ്നങ്ങൾ. അത് മറ്റെന്ത് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും ആ സ്വപ്നം കാണുന്നതിൽ നിന്ന് നമ്മളെ അത് പിന്തിരിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്താതിരിക്കുക. ഇനി വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ബേസിക്കലി വേണ്ടത് നമ്മുടെ സ്വപ്നങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് തിങ്, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി എഴുതാൻ പറ്റണം. നമുക്ക് എന്താണ് വേണ്ടതെന്ന് എഴുതാൻ പറ്റിയാൽ നമ്മളത് ഒരു ഹാഫ് ഡൺ എന്നാ പറയാം. എഴുതി വെക്കാം. അത് ഒരു ലൈഫ് ഗോൾസ് ആവാം, റിലേഷൻഷിപ്പ് ഗോൾസ് ആവാം, സ്പിരിച്വൽ ഗോൾസ് ആവാം, പേഴ്സണൽ ഡെവലപ്മെന്റ്സ് ആവാം. ഇതെല്ലാം, ഈ എല്ലാ കോളംസും നമ്മുടെ വിഷൻ ബോർഡിൽ വ്യക്തമായും കൃത്യമായും ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് നമ്മുടെ ഫോണിന്റെ വാൾപേപ്പറായോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിന്റെ സൈഡിലോ ഒട്ടിച്ചു വെക്കാം. പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു വെക്കാം. നമ്മൾ നമ്മുടെ വീടിന്റെ സ്പേസിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്പേസിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതേസമയം നമ്മളൊരു പബ്ലിക് സ്പേസിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എല്ലാവരും കാണുന്നതിനോട് നമുക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് അതൊരു ഫോണിന്റെ വാൾപേപ്പറായി സൂക്ഷിക്കാം. ഇനി വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പം നിർബന്ധമായും വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പിക്ചേഴ്സ്. നമ്മുടെ വിഷൻ എന്താണോ അത് പിക്ചറൈസ് ചെയ്യാം. ഇപ്പോൾ എയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അത് പിക്ചറൈസ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് പ്രോംപ്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക, ജെമിനിയോ ചാറ്റ്ജിപിറ്റിയോ നമുക്ക് ആ പിക്ചേഴ്സ് തരും. അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ പിക്ചറൈസ് ചെയ്യാം. എന്നിട്ട് ആ പിക്ചേഴ്സ് ആയിരിക്കണം ആ സ്വപ്നങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നീറ്റ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, 2026 ആ കുട്ടിയുടെ ഗോൾ 2026 നീറ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പം ഓക്കെ, സ്റ്റഡി ഗോൾസ്, ക്രാക്കിംഗ് നീറ്റ് എൻട്രൻസ്. ഇനി സ്പിരിച്വൽ ഗോൾസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻസും ഒക്കെ എല്ലാ ദിവസവും ചെയ്യാൻ ആ സ്പിരിച്വാലിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്പിരിച്വൽ ഗോൾസ് എഴുതിയെടുക്കുക. അതുപോലെ റിലേഷൻഷിപ്സ് ഗോൾസ് ഉണ്ടാവും. നമ്മുടെ റിലേഷൻഷിപ്സിൽ വരേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ വരേണ്ട മാറ്റങ്ങൾ, വരുത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്ന മാറ്റങ്ങൾ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ്, നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാവും. ഓക്കെ, ഇതൊക്കെ എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുക്കും ചുറ്റിയോടും കൂടി തന്നെ എഴുതി വയ്ക്കുക. എഴുതി പിക്ചറൈസ് ചെയ്ത് സൂക്ഷിക്കുക. വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ക്യാൻവ. ക്യാൻവയിൽ പോവുക, ജസ്റ്റ് ടെംപ്ലേറ്റ് എടുത്തിട്ട് വിഷൻ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് വരും. ഈ ടെംപ്ലേറ്റ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ഏതാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ വിഷൻ ബോർഡിൻ്റെ ടെംപ്ലേറ്റ് കിട്ടും. വിഷൻ ബോർഡിൻ്റെ ഒരു രൂപരേഖ എന്നൊക്കെ പറയുന്ന വിഷൻ ബോർഡ് കിട്ടും. നമ്മുടെ വിഷൻ ബോർഡ് നമുക്ക് അവിടെ കിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോണിന്റെ വാൾപേപ്പറായോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് ബെഡ്റൂമിലോ മറ്റോ സൂക്ഷിച്ചു വയ്ക്കാം. എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും ഈ 2026 സഫലീകരിക്കപ്പെടട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കാര്യം, വിഷൻ ബോർഡ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ആരും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ അത് സഹായിക്കും എന്നതാണ് അതിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. താങ്ക് യു.